അതിന് കുറേ പ്രത്യേകതകളുണ്ട്. ശിവം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ചൈതന്യം എന്നാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താ? ശവം. ശവത്തിൽ നിന്ന് ശിവത്തിലേക്ക് ഉണരണം. അതിന് നമ്മൾ തൃക്കണ്ണ് തുറക്കണം എന്ന്. എന്താണ് തൃക്കണ്ണ്? രണ്ട് രീതിയിലാണ് എപ്പോഴും നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളോട് പ്രതികരിക്കുക. ഒന്നുകിൽ വൈകാരികമായിട്ട് പൊട്ടിത്തെറിച്ച് പ്രതികരിക്കും, അല്ലെങ്കിൽ പരിപൂർണമായിട്ട് യുക്തിപരമായിട്ട് പ്രതികരിക്കും. ഒന്നുകിൽ വികാരത്തോടെ അല്ലെങ്കിൽ വിചാരത്തോടെ. അപ്പോഴൊക്കെ നമ്മൾ ജാഠ്യതയിലായിരിക്കും. നമുക്കൊരിക്കലും സമാധാനം ഉണ്ടാവില്ല. നമ്മൾക്ക് സമാധാനം ഉണ്ടാവണമെങ്കിൽ വിവേകത്തോടെ പ്രതികരിക്കണം. വിവേകത്തിന് പറയുന്ന പേരാണ് തൃക്കണ്ണ്. ഇപ്പം നമ്മളിന്നിപ്പോൾ വിവേകം പ്രാക്ടീസ് ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ ഇവർക്ക് ഇവിടെ ഇങ്ങനെ നടന്ന് കളിക്കാൻ പറ്റും. നമ്മളെ അസ്വസ്ഥപ്പെടുത്താതെ നമ്മൾ തൃക്കണ്ണ് തുറന്നതിൻ്റെ ലക്ഷണമാണ് അവരുടെ ശബ്ദം നമ്മളെ ഇപ്പോൾ അസ്വസ്ഥപ്പെടുത്താത്തത്. ആദ്യം അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. കാരണം വളരെ ഇമോഷണലി നമ്മൾ പ്രതികരിച്ചു. പഴയ തല, നമ്മളാ തല വെട്ടി പുതിയ തല വെച്ചതുകൊണ്ടാണ് ഇപ്പോൾ അവർ ഓടിച്ചാടി നടക്കുന്നതും നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് തലയുടെ പ്രത്യേകത? നമ്മുടെ മൂക്ക് പോലെയല്ല. ഇപ്പം ശവം എന്ന് പറയുന്ന ജാഠ്യത എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് ചൈതന്യം എന്ന് പറയുന്ന ശിവം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഉണർന്നു വരണമെങ്കിൽ നമ്മുടെ തൃക്കണ്ണ് തുറക്കണം, വിവേകമുണ്ടാവണം. അത് നമ്മുടെ തലയ്ക്ക്, നമ്മുടെ തലച്ചോറിന് വിവേകത്തോടെ പ്രതികരിക്കാൻ അറിയില്ല. അതുകൊണ്ടാണ് നമ്മളൊരു ഗുരുവിനെ ശരണം പ്രാപിക്കുന്നത്. ഗുരു പറയുന്നു, നിങ്ങളുടെ മൂക്ക് കുറച്ചുകൂടി വലിയ മൂക്കാക്കണം. എന്താണ്? ആനയുടെ മൂക്കിൻ്റെ പ്രത്യേകത എന്താ? ആനയുടെ മുൻപിൽ നമ്മൾ കുറേ സാധനങ്ങൾ കൊണ്ടിട്ട് കൊടുത്തു എന്ന് കരുതുക. കുറേ കരിമ്പ്, കുറേ കല്ല്, കുറേ സ്വർണം, കുറേ മലം, കുറേ ചോറ്, കുറേ ഉപ്പ്, കുറേ മാംസം, ഇതെല്ലാം കൊണ്ടിട്ട് കൊടുത്തിട്ട് ഒരു ആനക്കുഞ്ഞിനെ അങ്ങോട്ടേക്ക് വിടുക. ആ ആനക്കുഞ്ഞ് എന്താ പോയിട്ട് എടുക്കുക? തപ്പി 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 പോയിട്ട് എന്തെടുക്കും? ഒരു സിംഹക്കുഞ്ഞിനെ വിട്ടാലോ? ഒരു മാൻകുഞ്ഞിനെ വിട്ടാലോ? ഒരു മനുഷ്യക്കുഞ്ഞിനെ വിട്ടാലോ? ആദ്യം കയ്യിൽ കിട്ടിയത് വായിലും. മലമാണെങ്കിൽ മലം, കല്ലാണെങ്കിൽ കല്ല്. അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? മറ്റ് ജീവികൾക്കൊക്കെ അവരുടെ സമാധാനത്തിന് വേണ്ട അന്നം എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ഇൻബിൽഡ് സോഫ്റ്റ്വെയർ ഉണ്ട്. നമുക്കതില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്നത് എന്താ? കാണുന്നതൊക്കെ വാരിത്തിന്നും. ലോകത്ത് ഭക്ഷണം കഴിച്ച് രോഗിയായ ഏക ജീവി മനുഷ്യനാണ്. ഭക്ഷണം കഴിച്ച് രോഗിയാവുന്ന ഏക ജീവി. ഇത് ശരീരത്തിൽ കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല, മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും നമ്മൾ രോഗാതുരമായ ഭക്ഷണം കഴിച്ച് രോഗികളായി ജീവിക്കുന്നവരാണ്. ഈ രോഗം എന്ന വാക്ക്, ഡിസീസ് എന്നുള്ള വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ? ഈസിനെസ് നഷ്ടപ്പെട്ട അവസ്ഥ എന്നാണ്. നമ്മളുടെ ഈസിനെസ് നഷ്ടപ്പെട്ട അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഡിസീസ്. ഈസിനെസ് ഇല്ലായ്മ, അതായത് സമാധാനമില്ലായ്മ. എന്തുകൊണ്ടാണ് നമുക്ക് സമാധാനം ഇല്ലാത്തത്? നമുക്ക് വേണ്ട അന്നം കഴിക്കാത്തതുകൊണ്ട്. കണ്ണിൽ കണ്ട അന്നം മുഴുവൻ വാരി വലിച്ച് തിന്നും. വായിലൂടെ മാത്രമല്ല, കണ്ണിലൂടെ, കാതിലൂടെ, മനസ്സിലൂടെ, ബുദ്ധിയിലൂടെ. എല്ലാ ആഗ്രഹങ്ങളും സാക്ഷാത്കരിക്കലാണ് സമാധാനത്തിലേക്കുള്ള വഴി എന്നാണ് നമ്മുടെ വിചാരം. അപ്പം ആ നടുവിലിരിക്കുന്ന ഗുരുവിനെ, ആ ഗുരുവിൻ്റെ ചൈതന്യത്തെ നമ്മളുടെ ബോധത്തിലേക്ക് ആവാഹിക്കണമെങ്കിൽ ഗുരുവിൻ്റെ ചര്യ നമ്മൾ പിന്തുടരണം. ആ ചര്യയാണ് നമ്മൾ ഗണപതിയിൽ നിന്ന് പഠിക്കേണ്ടത്. നമ്മുടെ മുൻപിൽ നമ്മളെ ആകർഷിക്കുന്ന 1000 കാര്യങ്ങൾ വന്നിരുന്നാലും ഉടനെ ചാടിക്കേറി എല്ലായിടത്തും വിഴുങ്ങരുത്.
തപ്പി 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 നോക്കി, ഇത് എനിക്ക് അത്യാവശ്യമുള്ളതാണോ, ഇത് എൻ്റെ ജീവിതത്തിന് സ്വസ്ഥത തരുന്നതാണോ എന്ന് തീരുമാനിച്ച് എനിക്ക് സമാധാനം തരുന്നത് മാത്രം തിരഞ്ഞെടുത്ത് ജീവിക്കുക എന്നാണ് ഗണപതിയുടെ മൂക്ക് നമ്മോട് പറയുന്നത്. ചെവിയോ, ചെവി ഭയങ്കര വലുതോ ചെറുതല്ല. ഒരാൾ പറയുന്നത് കേൾക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആര് പറയുന്നതും അപ്പടി വിഴുങ്ങും. ഒരാൾ പറയുമ്പോൾ തോന്നും ഇതാണ് ശരിയെന്ന്, അതിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കും. ഇപ്പുറത്ത് മറ്റൊരാളൊരു കാര്യം പറയുമ്പോൾ അതാണ് ശരിയെന്ന് കരുതി പ്രതികരിക്കും. പക്ഷെ ഋഷി പറയുന്നത് ശ്രവണം എന്ന് പറഞ്ഞാൽ കേൾക്കൽ മാത്രമല്ല, ശ്രവണം, മനനം, നിധിധ്യാസനം, 3 കാര്യങ്ങളുണ്ട്. ഒരാളൊരു കാര്യം നമ്മളോട് പറഞ്ഞാൽ ഉടനെ അത് ഉള്ളിലേക്ക് എടുക്കരുത്. അതിനെക്കുറിച്ച് മനനം ചെയ്യണം, വിചിന്തനം ചെയ്യണം. നമ്മളൊക്കെ ജീവിതത്തിലെ ഏറ്റവും അസ്വസ്ഥത അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം, ആരൊക്കെയോ പറഞ്ഞത് അപ്പടി ഉള്ളിലേക്ക് എടുത്ത് പ്രതികരിച്ചിട്ടാണ്. എത്ര നമുക്ക് വിശ്വാസമുള്ള ആളുകൾ എന്ത് വന്ന് നമ്മളോട് പറഞ്ഞാലും അതിൻ്റെ മുകളിൽ മനനം, നമ്മൾ ഈ മനനം ചെയ്യാന്ന് പറഞ്ഞാൽ ഉപനിഷത്ത് മനനം ചെയ്യാന്ന് മാത്രമല്ല കേട്ടോ മനസ്സിലാക്കുന്നത്. ഉപനിഷത്ത് മനനം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പുറത്ത് നിന്ന് നമ്മൾ കേൾക്കുന്ന എന്തും നമ്മൾ മനനം ചെയ്യണം, കേൾക്കണം. ഇപ്പോൾ വാട്സപ്പിലൊരു മെസ്സേജ് വരുന്നു, നമ്മൾ നല്ല ബ്യൂട്ടിഫുള്ളി ഡിസൈൻ ചെയ്തൊരു മെസ്സേജ്, ഡൽഹിയിൽ 100 പേരെ 2 പേർ വെട്ടിക്കൊന്നു. നമ്മൾ ഉടനെ അത് ഷെയർ ചെയ്യരുത്. നമ്മുടെ മനസ്സിലേക്കും ഷെയർ ചെയ്യരുത്, പുറത്തേക്കും ഷെയർ ചെയ്യരുത്. ഞാൻ ഗണപതിയുടെ ചെവിയെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ അതിൻ്റെ വസ്തുത അന്വേഷിക്കണം. ഈ കേട്ടതിൽ സത്യമുണ്ടോ? ഇതിനെയാണ് നിത്യാനിത്യ വസ്തു വിവേകം എന്ന് പറയുന്നത്. ജഗത്തും ബ്രഹ്മവും തമ്മിലല്ല. ഒരാളെന്നോട് വന്നിട്ട് പറഞ്ഞു, തന്നെ കുറിച്ച് മറ്റാൾ വളരെ മോശമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാനത് കേട്ടു, ഉടൻ അസ്വസ്ഥനാണ്. എന്തുകൊണ്ടാണ്? എൻ്റെ അത്രയും പ്രിയപ്പെട്ട ഒരാളാണ് പറഞ്ഞിട്ടുള്ളത്. ഉടനെ ഞാൻ എൻ്റെ മനസ്സിനോട് പറയണം, അകമണയാതെ അകതാരമർത്താം. എന്നിട്ട് പറയണം, ഷൗക്കത്തെ തീരുമാനിക്കാൻ വരട്ടെ, അയാൾ ശരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് കൃത്യമായി അന്വേഷിച്ച് മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നീ ഉള്ളിലേക്ക് എടുക്കാവൂ, എന്നിട്ടേ പ്രതികരിക്കാവൂ. അതിന് നമ്മളൊരു സ്പേസ് കൊടുക്കണം. കേട്ടത് അപ്പടി എടുക്കരുത്. ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയാൽ 90% നമ്മൾ കേട്ടത് നുണയാണെന്ന് നമുക്ക് ബോധ്യം. കാരണം എന്താണെന്നറിയാം? ലോകത്ത് മനുഷ്യൻ്റെ ഒരു സ്വഭാവം, നല്ല സന്തോഷമായിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ സന്തോഷമായിരിക്കുന്ന ഒരാളെ കണ്ടാൽ സന്തോഷം തോന്നുന്നു. ഞാൻ ദുഃഖിതനായിരിക്കുമ്പോൾ പരമാവധി ദുഃഖ കഥ കേൾക്കാനാണ് നമുക്ക് ഇഷ്ടമുണ്ടാകുക. നമ്മളെപ്പോലെ പ്രയാസപ്പെടുന്നവരെ കേൾക്കാനാണ് നമ്മളുടെ ബോധത്തിന് ഇഷ്ടമുണ്ടാകുക. അതുകൊണ്ട് നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ മുൻപോട്ട് പോകുന്നത് മനുഷ്യബോധത്തിന് അത്ര ഇഷ്ടമല്ല, നമുക്കല്ല, നമ്മുടെ ബോധത്തിന്. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും മനനം ചെയ്യാതെ ഉള്ളിലേക്ക് എടുക്കരുത്. വസ്തുതകൾ കൃത്യമായി ബോധ്യമാകുന്നത് വരെ കാത്തിരുന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് എടുക്കാൻ. ഇതിനെയാണ് അകമണയാതെ അകതാരമർത്തനം എന്ന് പറയുന്നത്. നമ്മൾ ഗുരു പറയുന്ന വെറും 2-3 വരികളാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. കണ്ണ് ഗണപതിയുടെ ഭയങ്കര ചെറുതാണ്. കണ്ടത് അപ്പടി വിശ്വസിക്കരുത്. ഗണപതി നമ്മളോട് പറയുന്നതാണ്. നമ്മളെല്ലാവരും ഇപ്പം എൻ്റെ മുമ്പിൽ എൻ്റെ 2 സുഹൃത്തുക്കൾ ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കുന്നു. ഞാൻ അവരുടെ മുമ്പിലൂടെ നടന്നുപോയി. അവർ എന്നെ നോക്കി ചിരിച്ചിട്ട് അവർ തമ്മിൽ എന്തോ പരിഹസിക്കുന്നത് പോലെ ചിരിച്ചു. ഞാനങ്ങ് മുമ്പിലോട്ട് പോയപ്പോൾ അസ്വസ്ഥനായി. ഇത്രയും നല്ല സുഹൃത്തുക്കൾ എന്നെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞ് ചിരിച്ചു. ഞാനങ്ങ് തീരുമാനിക്കും, എൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ ഒരാളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, അത് കള്ളനാണെന്ന് ഞാനങ്ങ് ഉറപ്പിക്കും. എന്ത് കണ്ടാലും
ഉടനെ നെഗറ്റീവായി വ്യാഖ്യാനിക്കുന്ന ഒരു മനസ്സാണ് നമുക്കുള്ളത്. അതുകൊണ്ട് എന്തെങ്കിലും നമ്മൾ കണ്ടാൽ അതിൻ്റെ നിജസ്ഥിതി ഉറപ്പുവരുത്താതെ നമ്മൾ വിധിക്കരുത്. അതാണ് കുഞ്ഞു കണ്ണ്. ഇതെല്ലാം പറയണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അപ്പം നമ്മളുടെ ഓരോ നേച്ചുറലായിട്ടുള്ള പ്രവൃത്തിയുടെയും മുകളിൽ അകമണയാതെ അകതാരമർത്തണം പഠിപ്പിക്കും. പിന്നെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു യുക്തിക്കും നിരക്കാത്ത ഗണപതിയുടെ വാഹനം എലിയാണ്. എലിയുടെ വാഹനം ആനയായാൽ കുഴപ്പമില്ല. പക്ഷെ എലി ആന വാഹനമായിട്ട് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു വിഡ്ഢിത്തരാണ്. അതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്, നമുക്ക് എത്ര സൂക്ഷ്മതയുണ്ടായാലും, എത്ര മുൻവിധിയില്ലാതെ നമ്മൾ കേട്ടാലും, നമ്മൾ എത്ര ശ്രദ്ധയോടെ തിരഞ്ഞെടുത്താലും, എത്ര മഹത്തായ രീതിയിൽ ജീവിച്ചാലും വിനയത്തിൻ്റെ മുകളിലല്ല നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ, വിനയാന്വിതമായ ഒരു ഉള്ള് നമുക്കില്ല എങ്കിൽ ഈ ഗണപതി വേസ്റ്റാണ്. ഇത് നമ്മുടെ ഉള്ളിൽ വിവേകത്തെ ഉണർത്തി തരില്ല. അപ്പം നമ്മളിപ്പോൾ ഒരു ഗണപതിയുടെ മുമ്പിൽ പോയി നിന്ന് നമസ്കരിക്കുമ്പോൾ ഞാൻ ആദ്യം പറയേണ്ടത്, നാളെ മുതൽ ഞാൻ കുറച്ചും കൂടി ശ്രദ്ധിച്ചോളാം. പെട്ടെന്നുള്ള പ്രതികരണങ്ങളെ സംയമനം ചെയ്യുന്നിടത്താണ് ഗുരുവിലേക്കുള്ള വഴി തുടങ്ങുന്നത്. നമ്മളുടെ ആദ്യ പ്രതികരണങ്ങളെല്ലാം നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും അസ്വസ്ഥത തരുന്നതായിരിക്കും. ഗുരു ആത്മവിരോധമായ കാര്യം എന്താണ്? ഗുരുവിനോട് ചോദിക്കണം, എന്താണ് ഗുരുവിന് വിരോധമായ, ആത്മാവിന് വിരോധമായ കാര്യം? പ്രാർത്ഥിക്കാത്തതോ, ധ്യാനിക്കാത്തതോ, പൂജ ചെയ്യാത്തതോ, അമ്പലത്തിൽ പോകാത്തതോ ഒന്നുമല്ല. ദൈവത്തിൽ വിശ്വസിക്കാത്തതോ ഒന്നുമാണെന്നല്ല ഗുരു പറയുന്നത്. ഗുരു പറയുന്നത്, ഒരുവനു നല്ലതും അന്യന് അല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി ഓർത്തിടേണം. പരന് പരമ്പരിതാപമേകിടുന്നോർ എരിനരകാബ്ധിയിൽ വീണെരിഞ്ഞിടുന്നു. നമ്മൾ ഒരുപാട് അകാരണമായ അസ്വസ്ഥതയിൽ നമ്മളുടെ മനസ്സ് കിടന്ന് എരിയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ധ്യാനിക്കാത്തത് കൊണ്ടല്ല, നമ്മൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ല. രണ്ട് കാരണമാണ് ഗുരു പറയുന്നത്. ഒന്ന്, ഒരുവന് നല്ലതും അന്യന് അല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി. എനിക്ക് നല്ലതായ ഒരു കാര്യം, എനിക്ക് സമാധാനം തരുന്ന, എനിക്ക് സ്വസ്ഥത തരുന്ന ഒരു ചിന്ത, ഒരു വാക്ക്, ഒരു പ്രവൃത്തി ഏതെങ്കിലും രീതിയിൽ എന്നോട് ചേർന്നിരിക്കുന്നവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ആത്മവിരോധമാണ്. നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് സമാധാനം തരുന്ന കാര്യം എല്ലാവർക്കും സമാധാനം തരുന്ന തരത്തിലാക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. പക്ഷെ കുറച്ചുകൊണ്ട് വരാൻ പറ്റും. രണ്ടാമത് ഗുരു പറയുന്നു, പരന് പരമ്പരിതാപമേകിടുന്നു. നമ്മൾ ബോധപൂർവം മറ്റുള്ളവരെ വിഷമിപ്പിക്കണമെന്ന് തീരുമാനിച്ച് പദ്ധതി തയ്യാറാക്കി പലതും ചെയ്യാറുണ്ട്. മനഃപൂർവ്വം അവരെ വിഷമിപ്പിച്ചേ അടങ്ങൂ, അവരെ അസ്വസ്ഥപ്പെടുത്തിയേ അടങ്ങൂ എന്ന് തീരുമാനിച്ച് നമ്മൾ ചിന്തിച്ച് പറഞ്ഞ് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അവരെ കുറച്ചേ ബാധിക്കും. അത് 80% ബാധിക്കുക ആ ചെയ്ത ആളെയാണ്. എരിനരകാബ്ധിയിൽ വീണെരിയ, അത് അനുഭവിച്ച ആളല്ല, അനുഭവിപ്പിച്ച ആളാണ്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഞാൻ ഒരാളെ ഒരുപാട് വഴക്ക് പറഞ്ഞു എന്നായിരുന്നു. എൻ്റെ വായിൽ തോന്നി തെറിയൊക്കെ വിളിച്ചെന്ന് പറഞ്ഞു. അയാളത് വിഷമിച്ച് നടന്നു പോകാം. എന്നിട്ട് ഞാനിങ്ങനെ ആ ദേഷ്യത്തിൽ വിറച്ച് ഞാനിരിക്കുകയാണ്. ആ ആൾ വേദനയോടെ പോകുമ്പോഴാണ് ഒരു സുഹൃത്ത് എതിരെ വരുന്നത്. ഇയാളെ വിഷമിച്ച് പോകുന്ന കാണുമ്പോൾ ചോദിക്കും, എന്ത് പറ്റി? ഇല്ല, ആ ഷൗക്കത്തിൻ്റെ ഒരു കാര്യമില്ലാതെ ഒരുപാട് തെറി പറഞ്ഞു. അപ്പം അയാളുടെ തോളിൽ സാരില്ല, അയാളെ വിടും, താൻ വാ എന്ന് പറഞ്ഞ് ആ ആളെ ചേർത്ത് പിടിച്ച് സ്നേഹം പകർന്ന് നടന്നങ്ങ് പോകുമ്പോൾ ഞാൻ
ദേഷ്യം പിടിച്ച് പറഞ്ഞതൊക്കെ അയാളിൽ നിന്ന് മെല്ലെ അലിഞ്ഞ് പോയിട്ടുണ്ടാവും. ഇനി ദേഷ്യം പിടിച്ചുകൂടെ വറച്ചിരിക്കുന്ന ഷൗക്കത്തുണ്ടല്ലോ, അയാളടുത്തേക്ക് ഒരു സുഹൃത്ത് സ്നേഹത്തോടെ വന്നിരുന്നില്ല, ഞാൻ അയാൾ ആട്ടി കൊടുക്കും. അയാളിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, ഷൗക്കത്തെ ഒരു അതിമനോഹരമായ ഒരു നദീതീരമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയാൽ താൻ പോടുകൊണ്ടു. ഞാനിവിടെ ആകെ പ്രശ്നമായിട്ട് ഇരുമ്പോഴാണ് തൻ്റെ ഒരു നദി. എന്താ സംഭവം എന്നറിയാം? നമ്മളൊരാളോട് മോശമായ രീതിയിൽ പൊട്ടിത്തെറിക്കുമ്പോൾ അത് അനുഭവിക്കുന്ന ആളുടെ ബോധത്തിൻ്റെ ഉപരിതലത്തിൽ മാത്രമേ ആ നെഗറ്റിവിറ്റി നിൽക്കുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ ഞാനുണ്ടല്ലോ, എൻ്റെ സബ് കോൺഷ്യസിലേക്ക് അതിൻ്റെ നെഗറ്റിവിറ്റി ഇറങ്ങിപ്പോകും. ഞാൻ ഒരാളെ വെറുക്കുമ്പോൾ, ദേഷ്യം പിടിക്കുമ്പോൾ, തെറി വിളിച്ച് പറയുമ്പോൾ നോവുന്നത് അത് അനുഭവിക്കുന്ന ആളേക്കാൾ കൂടുതൽ എൻ്റെ സബ് കോൺഷ്യസാണ്. ദിവസങ്ങളോളം അസ്വസ്ഥനായി ഞാൻ നടക്കും. ഞാൻ ജീവിതം മുഴുവൻ അയാളെ ദേഷ്യം പിടിച്ചത് ന്യായീകരിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറയും, ഞാൻ അയാളോട് ദേഷ്യം പിടിച്ചതിനൊരു കാരണമുണ്ട്, കാരണം എനിക്കൊരു സമാധാനം കിട്ടണം. ദേഷ്യം പിടിച്ചവരൊക്കെ ദേഷ്യം പിടിച്ചതിൻ്റെ ന്യായീകരണം പറയുന്നത് എന്തിനാണെന്നറിയോ? അവരവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഗുരു പറയുന്നത്, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അവരന് സമാധാനമുണ്ടാകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. പരന് പരമ്പരിതാപമേകിടുന്നു, മറ്റുള്ളവർക്ക് ആഴത്തിൽ സങ്കടമുണ്ടാക്കുന്ന രീതിയിൽ ബോധപൂർവം പ്രവർത്തിക്കുന്നവർ എരിനരകാബ്ദിയിൽ വീണെറിഞ്ഞിടുന്നു.